നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ സംസാരിച്ച രൂപേഷേട്ടൻ ഓക്കെയാവും. ഞാൻ സ്വപ്നത്തിൽ കണ്ട എല്ലാ കാര്യങ്ങളും ഏകദേശം ഫലിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ശ്രേയയുടെ മരണം മാത്രം. അതൊരിക്കലും സംഭവിക്കരുത്. രൂപേഷേട്ടാ, രൂപേഷേട്ടാ, അമ്മേ, രൂപേഷേട്ടൻ എങ്ങോട്ടാ പോയത്? അറിയില്ല. അവനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ അവൻ പുറത്തേക്ക് പോയി. അമ്മ ചോദിച്ചില്ലേ എങ്ങോട്ടാ പോകുന്നതെന്ന്? ഇല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോ അമ്മ രൂപേഷേട്ടനോടൊന്നും സംസാരിച്ചില്ലേ? അവൻ തിരിച്ചു വരട്ടെ, സംസാരിക്കാം. നീ ഇപ്പോ അഞ്ജനയുടെ അടുത്തേക്ക് ചെല്ല്. അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഒരു കാരണവശാലും അവൻ റിപ്പോർട്ടുമായി ഹോസ്പിറ്റലിൽ എത്തരുത്. അവനെ തിരിച്ചു വിളിച്ചേ പറ്റൂ. ഹലോ, എന്താ അമ്മേ? മോനെ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് ഇവിടെ വരണം. അമ്മേ, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ പോവാ. അതൊക്കെ പിന്നീടാവാം. നീ ഒന്ന് തിരിച്ചു വാ. അമ്മേ, എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. പവിയങ്കലിനെ വിളിച്ച് അമ്മയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാം. നീ വരേണ്ട കാര്യത്തിന് പവി വന്നാൽ എങ്ങനെ ശരിയാകും? ഞാൻ വിളിച്ചത് നിന്നെയാ. നീ ഇപ്പൊ തന്നെ തിരിച്ചു വരണം. അമ്മേ, ഇപ്പൊ എന്താ അത്രയ്ക്ക് അത്യാവശ്യം? ഞാൻ ഇപ്പോഴല്ല അവിടെ ഇങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം എന്താണെന്ന് നീ ഇവിടെ വന്നിട്ട് ഞാൻ പറയാം. അമ്മേ, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പോവാ. അതും മാറ്റി വയ്ക്കാൻ പറ്റില്ല. അമ്മയേക്കാൾ വലുതാണോ നിനക്ക് നിന്റെ അത്യാവശ്യങ്ങൾ? ദൈവത്തെക്കാൾ വലുത് അമ്മയാണെന്ന് പറയുന്ന നീയാണോ ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് വരാതിരിക്കുന്നത്? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെന്താ? ഞാനൊരു 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്താം. അതിനുള്ളിൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാലോ? അമ്മ എന്തൊക്കെയാ പറയുന്നേ? എനിക്കിനി ഒന്നും പറയാനില്ല. അമ്മേ, പവി അങ്കിൾ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഞാൻ OP ടിക്കറ്റ് എടുത്തു വയ്ക്കാം. പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുകയും ചെയ്യാം. അങ്ങനെ നിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് ഡോക്ടറെ കാണണ്ട. അതിനേക്കാൾ ഭേദം ഇവിടെ കിടന്ന് മരിക്കുന്നതാ. ഇപ്പൊ തന്നെ ഞാനൊന്ന് തലകറങ്ങി വീണിട്ട് 5 മിനിറ്റ് പോലും ആയില്ല. അത് ഞാനിവിടെ ആരോടും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. മോനെ, എനിക്ക് നിന്റെ അടുത്തിരിക്കാനാ തോന്നുന്നത്. വണ്ടി ഒന്ന് ഒതുക്കിയേ. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടേ? ഞാൻ തിരിച്ചു വരണം, അത്രയല്ലേ ഉള്ളൂ. അതെ, നീ തിരിച്ചു വരണം. എനിക്കത് മതി. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. വണ്ടി തിരിച്ച് വീട്ടിലോട്ട് വിട്ടെ.
ആ നിഖിൽ, നീ എന്ത് തീരുമാനിച്ചു? ഇനി എന്താ നമ്മുടെ പ്ലാൻ? നീ സമാധാനമായിരിക്കെ, നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. ഇനിയിപ്പോ നീ അധികം ആലോചിച്ച് തല പുകയ്ക്കണ്ട. ഞാനൊരു വഴി പറയാം. എന്തു വഴി? ഇനി നമ്മൾ ഒളിച്ചോടുന്നില്ല. പിന്നെ ദർശന കാര്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ എവിടേക്ക് ഓടിപ്പോയാലും നമ്മളെ ഇവരാരും വെറുതെ വിടില്ല. അതുറപ്പാ. നിന്റെ അച്ഛൻ എന്നെ വെട്ടിക്കൊല്ലുന്ന സ്വപ്നം കണ്ടിട്ടെ രാത്രി ഞാൻ പേടിച്ചപ്പോ ഉറങ്ങാറ് പോലുമില്ല. ആണുങ്ങളായാലേ കുറച്ചൊക്കെ ധൈര്യം വേണം. എന്റെ ധൈര്യം ഞാൻ ഇനിയും തെളിയിക്കണോ? വേണമെങ്കിൽ നമുക്ക് അന്നത്തെ പോലെ. അവിടുന്ന് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോ അവൻ്റെ ഒരു കളിത്തമാശ. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറയാം. നീ നിന്റെ കയ്യിലുള്ള ഐഡിയ ആദ്യം പറ. അത് വർക്കൗട്ട് ആവുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്കെന്റെ അമ്മയെ നല്ലതുപോലെ അറിയാലോ. പിന്നെ അറിയാമോന്നോ? കൊള്ളാം. ഇതുപോലൊരു ഐറ്റത്തിനെ ഈ അടുത്തൊന്നും ദൈവം ഇനി സൃഷ്ടിക്കുക പോലുമില്ല. അങ്ങേർക്ക് പോലും മതിയായി കാണും നിന്റെ അമ്മയുടെ സ്വഭാവം. സത്യം പറഞ്ഞാലേ നിന്റെ അമ്മ ഒരാണായിട്ട് ജനിക്കേണ്ടതായിരുന്നു. നിന്റെ അച്ഛന്റെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ. മതി മതി, എന്റെ അമ്മയെ കുറ്റം പറയണ്ട. ഒരു ഏണിയൊന്ന് ചാരി വെച്ച് തന്നപ്പോ കൊരങ്ങനെ പോലെ അങ്ങ് മേളി കയറുകയാണല്ലേ. അതെ, എന്റെ അമ്മയെ കുറ്റം പറഞ്ഞാ എനിക്കതങ്ങ് പിടിക്കുന്ന കാര്യമല്ല. മനസ്സിലായോ സാറേ? അയ്യോ, ഞാൻ കുറ്റം പറഞ്ഞതല്ല, പുകഴ്ത്തിയതാ. എന്റെ അമ്മയെ മുന്നിൽ നിർത്തി നമുക്കൊരു പദ്ധതി പ്ലാൻ ചെയ്യാം. അത് എന്തായാലും വേണോ? നിന്റെ അമ്മയെ ആള് സൂചി കുത്താൻ ഇടം കൊടുത്താ അവിടെ JCB കയറ്റുന്ന ഐറ്റാ. നമ്മുടെ പദ്ധതി മൊത്തവും പൊളിച്ചടുക്കി കൈ തരും. ആ റിസ്ക് വേണോ? നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അമ്മയെ മുന്നിൽ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ കൂട്ടുപിടിച്ച് നമ്മൾ ഒളിച്ചോടുന്നു എന്നല്ല. പിന്നെ എന്റെ അമ്മ കേൾക്കേ നീ എനിക്ക് ഫോൺ ചെയ്യണം. അയ്യോ, നിൽക്ക്, ഞാനൊന്ന് പറയട്ടെ. അമ്മ കേൾക്കേ ഇന്ന് നീ നിന്റെ മുറി ആദ്യ രാത്രി പോലെ അലങ്കരിക്കാൻ പോവുകയാണെന്നും എന്നോട് അവിടേക്ക് വരണമെന്നും നീ പറയണം.